ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആരാധനാലയങ്ങൾ ലേലത്തിലിട്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അവിടെ മനുഷ്യന്റെ സ്വകാര്യതകളാണ് മതവും മതവിശ്വാസവും ആരാധനകളുമൊക്കെ. അത് ഒരിക്കലും മറ്റൊരാളെ അറിയിച്ചുകൊണ്ടോ അവരെ അതിലേക്ക് നിർബന്ധിപ്പിക്കുന്ന രൂപത്തിലോ അല്ല. ഒരാൾക്ക് മതം വേണോ, നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയായി ഫോളോ ചെയ്തോ. ഇനി ഇവർക്ക് മതം വേണ്ടേ, വേണ്ട. നിങ്ങൾ ഏത് മതവിശ്വാസിയാണ്, നിങ്ങൾ എന്താണ് അതിൽ അങ്ങനെ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളൊന്നും വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകില്ല. കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പൊതുബോധമാണ്. അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതിനകത്തേക്ക് ഞാൻ കടക്കാൻ പാടില്ല എന്നുമുള്ള ഒരു ബോധ്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരതിനകത്തേക്ക് ഇടപെടാത്തത്. ഇവിടെ നിങ്ങൾ ഏത് മതവിശ്വാസിയാണ്, നിങ്ങൾ ഏത് സഭയിലുള്ളതാണ്, നിങ്ങൾ ഏത് മതസംഘടനയിലുള്ളതാണ്, നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ഇതൊന്നറിയണം. പിന്നീട് അവനവന്റെ മതവിശ്വാസം അവരുടെ തലച്ചോറിലേക്കൊന്ന് കുത്തി നിറയ്ക്കണം. ഇത്തരം കുത്തിത്തിരിപ്പ് ചിന്താഗതികളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ രാജ്യത്തിനകത്താണ് നിൽക്കുന്നത്, പുറത്തോട്ടില്ല. ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാകും, അയോധ്യയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ച ഒരു വാർത്ത. ഈ അയോധ്യയില് രാമക്ഷേത്രം നിർമ്മിച്ചത് അനിവാര്യമായിരുന്നെങ്കിലും രാജ്യത്ത് ക്ഷേത്ര മസ്ജിദ് വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് RSS മേധാവിയായ മോഹൻ ഭാഗവതിന്റെ ഒരു ആഹ്വാനം. അതിനെ തള്ളി ആദ്യം രംഗത്ത് വരുന്നത് ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് സർക്കാരാണ്. ഒരു മതേതര രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി, ആ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്കു വേണ്ടി, അത് മുമ്പ് മസ്ജിദായിരുന്നു, അത് അമ്പലമായിരുന്നു, ഇത് ചർച്ചായിരുന്നു, ഇങ്ങനെയൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേകൾ, കോടതിയുടെ വിലപ്പെട്ട സമയങ്ങൾ, വാദങ്ങൾ, പ്രതിവാദങ്ങൾ, ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വീണ്ടും സംസാരിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ ദിവസവും ഉപയോഗിക്കാതെ കിടക്കുന്നതോ അതല്ലെങ്കിൽ തകർത്തതോ കയ്യേറിയതോ ആയ ക്ഷേത്രങ്ങൾ കണ്ടെത്തുകയും അത് നവീകരിക്കുകയും ചെയ്യുന്നത് തുടർന്നു വരുവാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് മുടങ്ങത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിന് രാഷ്ട്രീയമായ മുതലെടുപ്പുകളുണ്ട്, ഇതിന് അതിൻ്റെതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവർ മതമൂല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഓരോ വിഭാഗത്തിന്റെയും മതമൂല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ കൺവിൻസ് ചെയ്യും. നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുവാണ് യോഗി ആദിത്യനാഥ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും. ശനിയാഴ്ച ഫറൂഖാബാദിലെ മധോപൂർ ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ ശിവക്ഷേത്രം ഒരു സംഘം ഹിന്ദു മഹാസഭ പ്രവർത്തകർ തുറന്നെന്നും ഇന്നലെ വിഗ്രഹത്തിൽ ജല അഭിഷേകവും നടത്തിയെന്നും വാർത്തകളിൽ കണ്ടു. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള ക്ഷേത്രം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ ക്ഷേത്രം കയ്യേറിയതാണ് എന്ന് മഹന്തീശ്വർ ദാസ് എന്ന പുരോഹിതൻ ആരോപിക്കുന്നു. ചില ഗ്രാമവാസികളാണ് ഇതിന് പിന്നാലെ ഉള്ളത് എന്നും ആരോപിക്കുന്നു. 2 ദിവസം മുമ്പാണ് ലക്നൌവിലെ നിയമസഭയ്ക്ക് സമീപമുള്ള മാർക്കറ്റ് കോംപ്ലക്സിന് താഴെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്ര അവശിഷ്ടം കണ്ടെത്തിയതായി ഒരു ഹിന്ദു സംഘടന അവകാശപ്പെട്ടത്. ഗജരാജ് സിംഗ് 1885 നിർമ്മിച്ചതാണിത്. എന്നാൽ സമാജ്വാദി പാർട്ടിയിലെ ചിലർ 1992 ക്ഷേത്രത്തിന് ചുറ്റും കോംപ്ലക്സ് നിർമ്മിക്കുകയായിരുന്നത്രേ. കടകൾ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായിട്ടും ബ്രാഹ്മണ സൻസദ് നേതാവായ അമർനാഥ് മിശ്ര ആരോപിക്കുന്നു. താൻ ഒരു കയ്യേറ്റവും നടത്തിയിട്ടില്ലെന്നും കെട്ടിടത്തിന് താഴത്തെ നിലയിൽ വർഷങ്ങളായി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നെന്നും കെട്ടിട ഉടമ സെയ്ദ് ഹുസൈൻ പറയുന്നു. 15 വർഷമായി എല്ലാ വൈകുന്നേരവും ഇവിടെ ആരാധന നടത്തുന്നുണ്ട് എന്ന് പ്രദേശവാസിയായ രജനീഷ് ശുക്ല പറയുന്നു. ഇത് ക്ഷേത്രമാണോ, അമ്പലമാണോ, ചർച്ചാണോ, മസ്ജിദാണോ, ഇതൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. ഓരോരുത്തരും
അവനവന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. മുഗൾ ഭരണകാലത്ത് ക്ഷേത്രങ്ങൾ തകർത്ത് മസ്ജിദ് നിർമ്മിച്ചതാണ് എന്ന അവകാശവാദവുമായി നിരവധി ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിക്കുന്നതിനെ RSS മേധാവിയാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇന്ത്യക്ക് ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ സനാതന ധർമ്മമാണ്, ഭാരതത്തിന്റെ ദേശീയ മതമാണ്, ഇതൊക്കെയാണ് യോഗി ആദിത്യനാഥ് ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നത്. സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദിലെ സർവേ നടത്തണം എന്ന കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് 4 പേരെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ വർദ്ധിച്ചു വന്നത്. സംസ്ഥാനത്തെ മതവികാരം വ്രണപ്പെടുത്തുന്നത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടർമാരെ ഒന്നിപ്പിക്കാൻ യോഗി ആദിത്യനാഥിനെ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 3ാം ഊഴത്തിലും യോഗി വിജയിച്ചാൽ അദ്ദേഹത്തിന് 2029 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാം എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. പടിഞ്ഞാറ് ഗാസിയാബാദ് മുതൽ കിഴക്ക് ജൗൻപൂർ വരെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ ഹിന്ദുത്വ സംഘടനകൾ കഴിഞ്ഞ കുറേ ദിവസമായി ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നത് പതിവായി വാർത്തകളിൽ ഇടം പിടിക്കുന്നു. യോഗിയെ തടയാൻ മോഹൻ ഭഗവതിന് കഴിയില്ലെന്നും കാരണം RSSലെ പലരും BJP സർക്കാരുകളോട് കടപ്പെട്ടവരാണെന്നും പറയപ്പെടുന്നു. പല സർസംഘചാലകന്മാരും നിരസിച്ച സർക്കാർ സുരക്ഷ മോഹൻ ഭാഗവത് സ്വീകരിച്ചത് പോലും അതിന് ഉദാഹരണമാണെന്നുമാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവർക്കും അവനവന്റേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യവും സ്വാർത്ഥതകളും ഈ വിഷയങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് ഒരു ഭാഗത്ത് മസ്ജിദിന്റെ വിഷയവും ക്ഷേത്രത്തിന്റെ വിഷയവും തമ്മിൽ തർക്കം നടക്കുന്ന സാഹചര്യത്തിലും വൈറൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ യോഗിയെ സംബന്ധിച്ച് 50ഓളം ബംഗ്ലാദേശികളുടെ വീടുകൾ പൊളിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയും വൈറലാകുന്നുണ്ട്. ഉത്തർപ്രദേശിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് നേരെ അനധികൃതമായി ബംഗ്ലാദേശി പൗരന്മാരുടെ ആക്രമണം നടന്നതോടുകൂടിയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. നഗരസഭാ ജീവനക്കാരെ 200-ലധികം പേർ ചേർന്ന് ആക്രമിച്ചതായിട്ടാണ് പരാതി. ഇവരുടെ പണവും മൊബൈലും കവർന്നു. വനിതാ സൂപ്പർവൈസറെ പിടിച്ചു വലിച്ച് പേടിപ്പിച്ച് അവരുടെ വസ്ത്രം വലിച്ചു കീറുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ദിരാനഗറിലെ ചന്ദൻ പ്രദേശത്ത് അനധികൃതമായി താമസിക്കുന്നവരാണ് ആക്രമണം നടത്തിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഇവിടെ അനധികൃതമായി താമസിക്കുന്നത്. ഇവർക്കെതിരെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘം നടപടിയെടുക്കാനെത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തു. വിവരം ലഭിച്ച ഉടനെ തന്നെ മേയർ സുഷമ കാർഗ്വാൾ അവർ സ്ഥലത്തെത്തുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ജോയിന്റ് CP അമിത് വർമ്മയോട് അടിയന്തരമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട മേയർ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ധർണ നടത്തുമെന്ന് വെല്ലുവിളിക്കുന്നു. ഇതിന് പിന്നാലെ ശക്തമായ നടപടിയുമായി UP സർക്കാർ രംഗത്ത് വന്നു. ഇന്ദിരാനഗർ പോലീസ് സ്റ്റേഷന് സമീപത്തെ അതിന്റെ പുറകിലാണ് ഒരു ഒഴിഞ്ഞ പറമ്പിൽ നിർമ്മിച്ച 50 കുടിലുകളാണ് കോർപ്പറേഷൻ സംഘം 2 മണിക്കൂർ കൊണ്ട് പൊളിച്ചു നീക്കിയത്. സ്ഥലത്ത് സംഘർഷം ഒഴിവാക്കാൻ വലിയ പോലീസ് സന്നാഹത്തെയും വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നന്ദി.